നമസ്കാരം. UNA സാന്നിധ്യമുള്ള ആശുപത്രികളൊക്കെ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ശമ്പള വർധനവ് നടപ്പിലാക്കിയിട്ടും തൃശൂർ അമല ജൂബിലി ആശുപത്രികൾ അതിന് വഴങ്ങാതിരുന്നത് തൃശൂർ രൂപത മെത്രാന്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പിടിവാശി കൊണ്ടായിരുന്നു. ഈ 100 ദിവസവും മെത്രാനെതിരെയോ സഭാ നേതൃത്വത്തിനെതിരെയോ ഒന്നും പറയാതെ നിശബ്ദമായി നേഴ്സുമാർ സമരം തുടർന്നു വന്നു. എന്നാൽ 100 ദിവസമായിട്ടും സമരം തീർക്കാൻ ഒരു താല്പര്യവും കാണിക്കാതെ വന്നപ്പോഴാണ് മെത്രാനെയും സഭാ നേതൃത്വത്തെയും വിമർശിക്കാൻ നേഴ്സുമാർ തീരുമാനിക്കുന്നത്. ഈ സമരത്തെ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്ന മറുനാടൻ പോലും മെത്രാന്റെ പേരെടുത്ത് വിമർശിക്കാൻ തുടങ്ങിയത് ഈ ദിവസങ്ങളിൽ മാത്രം. അതിന് കാരണം നേഴ്സുമാർ കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ജിഹാദികളാണ് ഇതിന് പിന്നിൽ, സാമ്പത്തിക ഇടപാടുകളുണ്ട്, തൃശ്ശൂരിൽ തുടങ്ങാൻ പോകുന്ന മറ്റൊരു കോർപ്പറേറ്റ് ആശുപത്രിക്ക് വേണ്ടിയുള്ള നീക്കമാണ് എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ നേഴ്സിംഗ് സമൂഹത്തിനെതിരെ തിരിച്ചുവിടാൻ തുടങ്ങിയപ്പോൾ ആ തന്ത്രം അവർ വിജയിപ്പിച്ചേക്കും എന്ന് ആശങ്കപ്പെട്ടപ്പോഴാണ് യഥാർത്ഥ കള്ളനെ തുറന്നു കാട്ടാൻ നേഴ്സിംഗ് സമൂഹവും മറുനാടനും തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ ഇവർ വിറളി പൂണ്ടിട്ടുണ്ട് എന്ന് തീർച്ച. കാരണം ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം നുണയാണെന്ന് വിശ്വാസികൾക്ക് ബോധ്യമായി. വിശ്വാസ സമൂഹം നിരനിരയായി സമരം ചെയ്യുന്ന നേഴ്സുമാരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു തുടങ്ങി. യഥാർത്ഥത്തിൽ നേഴ്സുമാരെ മഴയും വെയിലും കൊള്ളിച്ച് ഒറ്റപ്പെടുത്തുക, ഓരോരുത്തരെയായി സമരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ UNA എന്ന യൂണിയൻ ഇല്ലാതാക്കുക, അങ്ങനെ 3 വർഷം കൂടുമ്പോൾ കോൺട്രാക്ട് പുതുക്കി എല്ലാവരുടെയും സീനിയോറിറ്റി ഇല്ലാതാക്കുക, അവകാശങ്ങൾ ചോദിക്കുന്നവരെ കോൺട്രാക്ട് കാലാവധി കഴിയുമ്പോൾ പിരിച്ചുവിടുക, ഇതിനെല്ലാം വിശ്വാസികളെ കൂട്ടുപിടിച്ച് മതത്തിന്റെ ഒരു മുഖം മൂടി ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ പൊളിച്ചതോടെ വിശ്വാസികൾ സത്യം തിരിച്ചറിയുകയും സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അരമനയിൽ മാത്രമിരുന്ന് ഉത്തരവിട്ടിരുന്നമാർ ആൻഡ്രൂസ് താഴത്ത് ജൂബിലിയിലെത്തി ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് പോലും നേഴ്സുമാരെ പരിഹസിക്കാനായിരുന്നു. ചർച്ചയ്ക്ക് പോലും ഒരുക്കമല്ല ബിഷപ്പ് എന്ന പരാതി പരിഹരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു, അല്ലാതെ പ്രശ്നം പരിഹരിക്കാനായിരുന്നില്ല. ചർച്ചയ്ക്കെത്തിയ ബിഷപ്പ് പറഞ്ഞത്, നിങ്ങൾ നിയമത്തിന്റെ വഴിയെ പോകൂ, ഞങ്ങൾ 1 രൂപ പോലും കൂട്ടിത്തരില്ല, മര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്താൽ UNA എന്ന സംഘടനയെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ ശമ്പളം കൂട്ടിത്തരാമെന്നായിരുന്നു. ചർച്ച പരാജയപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ മെത്രാനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നേഴ്സുമാരും അവരുടെ മാതാപിതാക്കളും അരമനയ്ക്ക് മുമ്പിലേക്ക് മാർച്ച് ചെയ്തു. ആ മാർച്ചിൽ സർക്കാർ നടുങ്ങിപ്പോയി. പല മന്ത്രിമാർ ഇടപെട്ടു. പോലീസ് കമ്മീഷണറും കളക്ടറും സ്ഥലത്തെത്തി. ഈ ആഴ്ച തന്നെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി രാവിലെ 3:30 മണിയോടുകൂടി സമരം അവസാനിപ്പിച്ചു. ഇതോടുകൂടി സഭാ നേതൃത്വം വിറളി പൂണ്ടിരിക്കുന്നു. പടിപടിയായി വിശ്വാസ സമൂഹത്തെ ഒരുമിപ്പിച്ച് നേഴ്സുമാർ ജിഹാദികളാണ് എന്ന് ബോധ്യപ്പെടുത്തി അവർക്കെതിരെ വിശ്വാസികൾ ഇറക്കി തല്ലി ഓടിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വിശ്വാസ സമൂഹം നേഴ്സുമാർക്കൊപ്പം ഒരുമിച്ച് ചേർന്ന് അരമനയുടെ വാതിക്കൽ കുത്തിയിരുന്നതോടെ സഭാ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി. സഭാ നേതൃത്വം വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തെത്തി. മെത്രാനും രൂപതയും ആശുപത്രി മാനേജ്മെന്റുകളുമൊക്കെ മാറി മാറി നുണക്കഥകൾ പറഞ്ഞു. സഭാ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ലാതെ ദീപിക ദിനപത്രവും ഷക്കീന TVയും ഒക്കെ നേഴ്സുമാർക്ക് എതിരെ രംഗത്ത് വന്നു. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു, ജനവികാരം പൂർണ്ണമായും നേഴ്സുമാർക്കൊപ്പമാണ്. നേഴ്സുമാരെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും പിന്തുണ കൂടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കടിയിൽ അവരെ പഞ്ഞിക്കിടുന്ന പോസ്റ്റുകൾ മാത്രമാണ് വരുന്നത്. കുത്തിയിരുന്ന ഇത്തരം പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടും ആയിരക്കണക്കിന് പോസ്റ്റുകൾ നേഴ്സുമാരെ പിന്തുണച്ചുകൊണ്ട് സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നു. നേർച്ചപ്പണം കൊടുക്കുന്നത് പോലും നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ഇത് സഭാ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. കേവലം തൃശ്ശൂർ രൂപതയുടെ വിഷയം മാത്രമല്ല, കേരളത്തിലെ സീറോ മലബാർ സഭയുടെ മൊത്തം വിഷയമായി ഇത് മാറി. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ സീറോ മലബാർ സഭ നിലനിൽക്കുന്നത് വിശ്വാസികളായ നേഴ്സിംഗ് സമൂഹത്തിന്റെ വലിയ കോൺട്രിബ്യൂഷൻ മൂലമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ രൂപതകളിലെ 90% വിശ്വാസികളും നേഴ്സിംഗ് സമൂഹമാണ്. ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പ്രത്യേക രൂപതകളും മിഷനുകളുമുണ്ട് സഭയ്ക്ക്. ഇവിടെയുള്ള 90% പേരും നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. നേഴ്സുമാരുടെ തൃശ്ശൂർ രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അവഗണന ഇവരെ ചൊടിപ്പിക്കുകയും അവർ പതിയെ സംഭാവന കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ സഭയ്ക്ക് സംഭാവന കൊടുക്കേണ്ട എന്ന ക്യാമ്പയിൻ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ നേതൃനിരയിലുള്ള ഒരു RK ജോർജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: നേഴ്സിംഗ് സമൂഹത്തിന്റെ സമരം ഞങ്ങളുടെ കുടുംബങ്ങളുടെ നിലവിളിയാണ്. സ്വന്തം മക്കളുടെയും കുടുംബങ്ങളുടെയും ജീവിത പോരാട്ടം അവഗണിച്ച് ബിഷപ്പുമാരും വൈദിക നേതൃത്വവും മൗനം പാലിക്കുകയോ അനാസ്ഥ കാണിക്കുകയോ ചെയ്യുന്നെങ്കിൽ
ആ മൗനത്തിനെതിരെ വിശ്വാസികളെ ഞങ്ങൾ തന്നെ ശക്തമായി പ്രതികരിക്കും. ഞങ്ങളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും പണത്തിൽ നിറയുന്ന പള്ളി ഭണ്ഡാരങ്ങളിലേക്ക് ഇനി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് 1 രൂപ പോലും നൽകില്ല. പിരിവിനെ ഞങ്ങളുടെ പടി കയറി വരേണ്ടതില്ല. നീതിക്കൊപ്പം സഭ നിലകൊള്ളുന്ന ദിവസം വരെയാണ് ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. വിശ്വാസം ഞങ്ങളുടെ ബലഹീനതയല്ല, അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ അതിശക്തമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ സഭാ നേതൃത്വത്തിന് വിറൽ പിടിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസികൾ നേർച്ചപ്പെട്ടിയിലേക്ക് ഇടുന്ന പണം അത് കുറഞ്ഞാൽ പോലും തലവേദനയാകും. എന്നെപ്പോലുള്ള വിശ്വാസികൾ ഏത് പള്ളിയിൽ പോയാലും എല്ലാ ഞായറാഴ്ചയും 500 രൂപ പള്ളിക്ക് പിരിവ് കൊടുക്കാറുണ്ട്. കൂടാതെയാണ് നിയമപരമായി കൊടുക്കേണ്ട വാർഷിക പിരിവടക്കമുള്ള തുകകൾ. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ഥിതി ഇതിലും വ്യത്യസ്തമാണ്. ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ മലയാളി നേഴ്സുമാർ അടങ്ങുന്നവർ ഓരോ മാസവും ഒരു നിശ്ചിത തുക ഡയറക്റ്റ് ഡെബിറ്റായി സഭയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ മാത്രമേ അവിടുത്തെ സഭാ ചെലവ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നേഴ്സുമാർ അതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് പറയുന്നതോടെ സഭ വലിയ പ്രതിസന്ധിയിലാകും. നേഴ്സുമാരെ പുച്ഛിക്കുന്ന, നേഴ്സുമാരുടെ കുടുംബങ്ങളെ അവഗണിക്കുന്ന, അവർക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന സഭാ നേതൃത്വം അതിനുവേണ്ടി നിരന്തരം ഇവരെ അവഹേളിക്കുമ്പോൾ, ജിഹാദി ബന്ധം ആരോപിക്കുമ്പോൾ ഇവർക്ക് മുമ്പിൽ മറ്റു വഴികളില്ല. ഇങ്ങനെ വിദേശത്ത് പോയിരിക്കുന്ന നേഴ്സുമാരിൽ മിക്കവരും UNA ഭാഗമായി നേരത്തെ പ്രവർത്തിച്ചവരാണ്. അവർക്കറിയാം UNA സഭാവിരുദ്ധമല്ലെന്നും ജിഹാദി കൂട്ടമല്ലെന്നും. അവർക്കറിയാം UNA ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്കൊക്കെ കുറച്ചെങ്കിലും ശമ്പള വർധനവ് കിട്ടിയതെന്ന്. 2011 UNA ഉണ്ടാകുന്നതുവരെ അങ്ങോട്ട് പണം കൊടുത്താൽ മാത്രമേ ഈ കത്തോലിക്ക മാനേജ്മെന്റ് ആശുപത്രികളിൽ അടക്കം ഒരാൾക്ക് ട്രെയിനിയായി കയറാൻ പറ്റുമായിരുന്നുള്ളൂ. കയറിയാൽ 1000 മുതൽ 3000 രൂപ വരെ ശമ്പളം. അവിടെ നിന്നും ഇത്രയും എത്തിച്ചത് UNA ആണെന്ന് അറിയാവുന്ന വിദേശത്തുള്ള നേഴ്സുമാരോട് ജിഹാദികളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ, സഭാവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അവർക്കിത് നുണയാണെന്നറിയാം. അവർ പണം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അവരവരുടെ കുടുംബാംഗങ്ങളോട് വിളിച്ച് നിങ്ങൾ പണം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വം കുഴപ്പത്തിലാകും. അത്തരമൊരു ക്യാമ്പയിൻ പലയിടങ്ങളിലും തുടങ്ങിയിരിക്കുന്നു. ഈ നേഴ്സിംഗ് സമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം എല്ലാ ഞായറാഴ്ചയും 500 രൂപ ഇടുന്ന പരിപാടി ഞാൻ നിർത്തുകയാണ്. ഇത്തരത്തിൽ വലിയ ക്യാമ്പയിൻ പലയിടങ്ങളിലും ആരംഭിക്കുന്നതോടെ സഭാ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ കുഴപ്പത്തിലാകുന്നു. ഓർക്കണം, സമരം പിൻവലിച്ച 497 ആശുപത്രികളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളാണ്. അവരോടൊന്നും ഒരു പ്രതിഷേധവുമില്ല. പക്ഷെ എന്നിട്ടും ഈ 2 ആശുപത്രികൾ പിടിവാശി മൂലം ആ ആശുപത്രികൾ ഉൾപ്പെട്ട പള്ളികളിൽ പോലും പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിൽ വലിയ പ്രതികരണം എല്ലായിടത്തും ഉണ്ടാവുന്നു. നിവൃത്തിയില്ലാതെ സീറോ മലബാർ സഭ ഔദ്യോഗികമായി തൃശൂർ മെത്രാനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കുറിപ്പിറക്കി. ഈ കുറിപ്പ് പ്രസിദ്ധീകരിച്ച ദീപികയുടെ വാർത്തയുടെ അടിയിലെ കമന്റുകൾ മാത്രം നോക്കിയാൽ മെത്രാന്മാരുടെ കണ്ണു തുറക്കാതിരിക്കില്ല. അത്ര ശക്തമായ വികാരം വിശ്വാസികൾക്കിടയിലുണ്ട്. വിശ്വാസികളുടെ വികാരം ഈ സഭാ നേതൃത്വം പറയുന്ന നുണയ്ക്കൊപ്പമായിരുന്നെങ്കിൽ ഇവിടെ എത്തി അവർ കമന്റ് ഇടുമായിരുന്നില്ലേ? വാസ്തവത്തിൽ ദീപിക വായിക്കുന്ന മഹാഭൂരിപക്ഷം പേരും ക്രിസ്ത്യാനികളാണെന്ന് ഓർക്കണം. ആ ദീപിക വായിക്കുന്ന വിശ്വാസികളായ ക്രിസ്ത്യാനികൾ നേഴ്സുമാർക്കൊപ്പം നിൽക്കുന്നു, സഭാ നേതൃത്വത്തെ വിമർശിക്കുന്നു. ഇത് കണ്ടെങ്കിലും കണ്ണു തുറക്കേണ്ടതല്ലേ ഇവർ? കണ്ണു തുറക്കാത്തത് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പിടിവാശി കൊണ്ട് മാത്രം. ദീപികയിൽ ഇന്നലെ വന്ന വാർത്ത നോക്കുക. മാർ താഴത്തിനെതിരെ വ്യക്തിഹത്യയും വ്യാജ പ്രചരണങ്ങളും അപലപനീയം. സീറോ മലബാർ സഭ ഔദ്യോഗികമായിട്ട അതിലേക്ക് ആയിരക്കണക്കിന് കമന്റുകൾ വരുന്നു. ഈ കമന്റുകളൊക്കെ നോക്കുക. ജോയ് ജോസഫ് വെള്ളയടിച്ച കുഴിമാടം, ജോസഫ് പടിയറ ഇതുപോലെയുള്ള ഉളകളെ സഭയുടെ തലപ്പത്തിരുത്തിയാൽ സഭയ്ക്ക് പേരുദോഷമാണ്. അതുപോലെ സഭാംഗങ്ങൾക്കും പേരുദോഷമാണ്. ബാക്കി എല്ലാ ആശുപത്രികളിലും നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ അവരുടെ മാനേജ്മെന്റ് സമ്മതിച്ചപ്പോൾ സേവനത്തിന് പേരും പറഞ്ഞ് സഭയിലെ വിശ്വാസികളിൽ നിന്നും പിരിച്ചെടുത്ത പൈസ കൊണ്ട് നിർമ്മിച്ച ആശുപത്രികളിൽ സഭയിലെ അംഗങ്ങളായ നേഴ്സുമാരുടെ ഭൂരിപക്ഷം ജോലി ചെയ്യുന്നത്. അവർക്ക് പോലും മാന്യമായ ശമ്പളം ലഭിക്കാനുള്ള മര്യാദ കാണിക്കാത്ത സഭാ നേതൃത്വം നൽകുന്ന ആശുപത്രികൾ പൂട്ടണം. ജിയോ നടുവത്തേട്ട് ഇടർച്ച ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആരുടെ ഭാഗത്തു നിന്നായാലും അപലപനീയമാണ്. അതിന് ഇടയനെന്നോ കുഞ്ഞാടെന്നോ വ്യക്തമില്ല. സെബിൻ ജോർജ്, അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ വസിക്കുന്ന പരിദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനെ കാത്തിരിക്കുന്നതിനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. നിയമാവർത്തന പുസ്തകത്തിലെ വാചകമാണ്. സുരേഷ് എം പി, ഈ ബിഷപ്പ് ചെകുത്താന്റെ പ്രതിനിധി. ലോറൻസ് പൂമാല, വിശ്വാസികളുടെ പണം പറ്റി നേഴ്സുമാരുടെ നീതി പുലർത്താത്ത സഭ എന്തു സഭയാണ്? ഇത് സഭയാണെന്ന് പറയാൻ പറ്റില്ല. സുനിൽ, പിതാവ് തരത്തിൽ പോയി കളിക്കണം, അല്ലെങ്കിൽ ആ ലോഹ നാട്ടുകാർ വലിച്ചു കയറും. മാക്സിമിലിയൻ കെ ജോസഫ്, പിതാക്കന്മാർ മാതൃകാപരമായി പെരുമാറിയാൽ ഇങ്ങനെ വെളുപ്പിക്കാൻ പാടുപെടണോ? ബിജു MJ, എറണാകുളം അങ്കമാലിക്കാരോട് ചോദിച്ചാൽ അറിയാം ഇയാൾ തൊട്ട വിഷയങ്ങളെല്ലാം കുളമാക്കിയ കാര്യം. ജിമ്മി ജോസ്, ആൻഡ്രൂസ്, ഞങ്ങൾ നേഴ്സുമാർ നിന്നെ മുട്ടുകുത്തിക്കും. ബെന്നി വെട്ടിയാങ്കൽ, ഈ പിതാവാണ് നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാത്തത്. ഇയാളുടെ തറവാട്ട് സ്വത്താണോ ജൂബിലിയും അമലയും? ഒന്ന് പോടോ ആൻഡ്രൂസ് താഴത്തെ. നിന്നെ പോലുള്ള ചെറ്റകളെ ഒരുപാട് കണ്ടിട്ടുണ്ട് കുഞ്ഞാടുകൾ.
ജിമ്മി MM അധ്വാനിക്കുന്നവർക്ക് മതിയായ കൂലി കൊടുക്കാനല്ലേ പിതാവേ അവർ ആവശ്യപ്പെട്ടത്. വിശുദ്ധ ബൈബിളിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തുള്ളവരെ അവരുടെ കഷ്ടപ്പാട് കണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതിരുന്നാൽ അത് വലിയ തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾ അറിയായാൽ നിങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ മുഴുവൻ വിശ്വാസികളും ബിഷപ്പിനെയും സഭയെയും വിമർശിക്കുന്നു. ബിഷപ്പിനെ ഒറ്റപ്പെടുത്തരുതെന്ന് സീറോ മലബാർ സഭ ഔദ്യോഗികം ആവശ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസിയും ഒരു കുഞ്ഞാടും സഭാ നേതൃത്വത്തെ പിന്തുണയ്ക്കാനില്ല എന്നത് ഇവരുടെ കണ്ണു തുറപ്പിക്കട്ടെ. ഞാൻ മുഴുവൻ വായിക്കുന്നതിൽ ആയിരക്കണക്കിന് കമന്റുകളുണ്ട്. ഇത് തന്നെയാണ് ഷെക്കീന TVയുടെ വാർത്തയുടെ ഇടയിൽ വന്ന കമന്റുകളും. വിശ്വാസികളുടെ നിലവിളിക്കൊപ്പം പൊതുസമൂഹവും ചേരുകയാണ്. വളരെ മിതമായ രീതിയിൽ അഭിപ്രായം പറയുന്ന ശ്രീജിത്ത് പണിക്കരെയും ബൈജു സ്വാമിയെയും പോലുള്ളവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ബൈജു സ്വാമി ഇങ്ങനെ കുറിക്കുന്നു: എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് പാതിരിമാർ. വളരെ നൈസായി അവർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് വൻ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയിട്ട് ഇപ്പറഞ്ഞ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടും അവർക്ക് സമുദായത്തിനുള്ളിൽ നിന്നുള്ള പിന്തുണ അതിശയകരമാണ്. ഉദാഹരണ സഹിതം പറയാം. എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിൽ ഒരു ചെറിയ ആശുപത്രിയായിരുന്നു കാരിത്താസ്. ഇന്നത് കേരളത്തിൽ തന്നെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മുൻനിരയിലുണ്ട്. പുതുപുത്തൻ ബ്ലോക്കുകൾ പണിയുന്നു. അടുത്തു തന്നെ ഉള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രി 100 കോടി എന്ന് കരുതപ്പെടുന്ന വിലയ്ക്ക് വാങ്ങുന്നു. ഇതെല്ലാം സാധ്യമായത് ആ സമുദായത്തിലെ മനുഷ്യരുടെ സംഭാവനകൾ മുതൽ പിരിവ് വരെ ഉപയോഗിച്ചും ഓരോ കുടുംബ പേരിൽ റൂം സ്പോൺസർ ചെയ്യിപ്പിച്ചും എല്ലാമാണ്. കൂടാതെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ തുച്ഛമായ വേതനം കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം. ആശുപത്രിയുടെ കയ്യിലുള്ള ഭൂമി തന്നെ 100ഓളം ഏക്കറുണ്ട്. ഇത്രയും ലാഭമുണ്ടാക്കുമ്പോഴും ആ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് പഠിച്ച നേഴ്സുമാർക്ക് മാന്യമായ വേതനം കൊടുക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു നേഴ്സ് 2 പെൺമക്കളുമായി ട്രെയിനിന് മുൻപിൽ കെട്ടിപ്പിടിച്ച് നിന്ന് ആത്മഹത്യ ചെയ്തത് ഓർക്കുക. എന്നിട്ടും UNA സമരം തുടങ്ങിയപ്പോൾ പക്ഷേ സമരത്തിനെതിരെ ചാടി വീണുകൊണ്ട് പാതിരിമാർക്ക് പിന്തുണ കൊടുക്കാൻ വർഗീയ വിഷം കലക്കിയതും ക്രിസ്ത്യാനികളാണെന്നതാണ് അത്ഭുതം. സത്യത്തിൽ യേശു എന്തെന്നറിയാവുന്ന ക്രിസ്ത്യാനികൾ തന്നെ എന്തുകൊണ്ട് ഈ ചൂഷകരെ പിന്തുണയ്ക്കുന്നു എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. മറ്റൊരു കാര്യം, ആശുപത്രി പണിയാൻ കടം മേടിച്ച് സംഭാവന ചെയ്തവർക്ക് പോലും ഒരൊറ്റ രൂപ കഴുത്തറപ്പൻ ബില്ലിൽ ഇളവ് കിട്ടില്ല എന്ന് മാത്രമല്ല, മോർച്ചറിയിൽ വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടലിന്റെ വാടക മേടിക്കും. എന്നിട്ട് നേഴ്സുമാർക്ക് ആരെങ്കിലും പിന്തുണ കൊടുത്താൽ പച്ചത്തെറിയും വിളിക്കും. സത്യം പറയട്ടെ അച്ചായന്മാരെ, നിങ്ങളെപ്പോലുള്ള അടിമകളെ ആധുനിക യുഗത്തിൽ വേറെ എങ്ങും കാണാൻ കിട്ടില്ല. ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ കുറിച്ചു: പരാശ്രയവും ശുശ്രൂഷയും ആവശ്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നേഴ്സുമാരുടെ വിലയും മഹത്വവും അറിഞ്ഞു മാത്രമേ നിങ്ങൾ സംസാരിക്കൂ. ആ ജോലിക്ക് മാന്യമായി ശമ്പളം ലഭിക്കണമെന്നതിൽ 2 അഭിപ്രായം ഉണ്ടാകേണ്ടതില്ല. അമല ജൂബിലി സമരത്തിൽ നേഴ്സുമാർ ഉന്നയിക്കുന്ന ന്യായമായ അവകാശങ്ങൾക്കൊപ്പം ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ വികാരവും സഭയ്ക്കെതിരായി മാറുന്നു. സഭ വിശ്വാസികളായ നേഴ്സുമാരെ പട്ടിണിക്കിട്ട് വെയിലു കൊള്ളിച്ച് മഴ നനയിച്ച് അവരെക്കുറിച്ച് വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് അവർ ജിഹാദി കൂട്ടുകുടുപ്പക്കാരാണെന്ന് പറഞ്ഞ് അവരെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ എന്നെ സഭാവിരുദ്ധനാക്കി എന്നെ തെരുവിൽ തള്ളണമെന്ന് പറഞ്ഞ് ഞാൻ പണം വാങ്ങി പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇവരുടെ മനോഭാവം യേശു കാണുകയില്ലേ? ധാരാളം കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നയാൾ തന്നെയാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം എന്ന് വിശ്വസിക്കുന്ന, ഒരു നേട്ടത്തിലും അഹങ്കരിക്കാത്ത ഒരു എളിയ വിശ്വാസി. പക്ഷെ പാവപ്പെട്ട നേഴ്സുമാരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാതെ അവരെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി എന്ന നിലയിൽ ജീവിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വാ തുറക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഇവരാണ്, ഇത് നുണയാണ് എന്ന് പറയുന്നവർക്ക് ഒരൊറ്റ നേഴ്സിന്റെ മറുപടി മാത്രം പറയാം. 24 വർഷമായി അമലയിൽ ജോലി ചെയ്ത ഒരു നേഴ്സ് എന്നോട് പറഞ്ഞത് 45,000 രൂപയിൽ താഴെയാണ് അവർക്കിപ്പോഴും ശമ്പളം. പറയൂ, ലക്ഷങ്ങൾ കടമെടുത്ത് 4 വർഷം പഠിച്ച് 25 വർഷം ജോലി ചെയ്തിട്ടും 43,000 രൂപ മാത്രം മതിയോ ഈ മാലാഖമാർക്ക്? ഇതാണോ നിങ്ങൾ മഹത്തായ ശമ്പളം എന്ന് പറയുന്നത്? ഞാൻ 98 ജൂലൈയിലാണ് കയറിയേക്കുന്നത്. ഇപ്പോൾ 28 വർഷം. ആദ്യം അമലയിലായിരുന്നു ഏറ്റവും കൂടുതൽ സാലറി, ജൂബിലിനേക്കാളൊക്കെ കൂടുതൽ 2,200 രൂപ സാലറി ആയിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമരം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് 9,000 രൂപയായിരുന്നു സാലറി. അത് കഴിഞ്ഞ് സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് 13 ആയിട്ടുണ്ട്. അത് UN വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2018 പിന്നെ കൂടുതൽ സാലറി കയറിയേക്കണത്. 2018 സമരം കഴിഞ്ഞാൽ പിന്നെ ഇനി വീണ്ടും സാലറി 20,000 മേലെ ഞങ്ങൾക്ക് സാലറി വന്നു തുടങ്ങിയത്. പിന്നെ UN ഉണ്ടായിട്ട് ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാലറി 43,760. എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അത്രയേ ഉള്ളൂ. വർഷം 28 വർഷമായിട്ട് ഇത്രയും ഇപ്പോൾ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് അത്രേ കിട്ടുന്നുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടും ഈ ഒരു എക്സ്പീരിയൻസ്? ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എന്തായാലും 1,00,000 മേലെ ഉണ്ടാവും സാലറി. ഇവർ പറയുന്നത് 65,000-70,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ്. കിട്ടണില്ല.
ഞാനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഇറങ്ങിയേക്കണത് അമലയിൽ നിന്ന്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ 28 വർഷമായി ഞാനിപ്പോൾ, എന്നിട്ട് കിട്ടുന്ന സാലറിയാണിത്. സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഗൂഢാലോചന നടത്തുന്നവരുടെ വീട്ടിൽ നേഴ്സുമാരുണ്ടാവില്ല. ആ നേഴ്സുമാരായിരിക്കില്ല ഈ കുടുംബം നടത്തുന്നത്. ആയിരുന്നെങ്കിൽ ഇത്തരം നുണക്കഥകൾ അവർ പറയുമായിരുന്നില്ല. ജൂബിലിയിലാണ് ഏറ്റവും അധികം ശമ്പളം, ഇത് മുഴുവൻ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുകയും സർക്കാർ ഉത്തരവിറക്കിയാൽ അത് പാലിക്കുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സഭാ നേതൃത്വത്തിന്റെ പച്ചക്കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ അതുകൂടി കേൾക്കാൻ മറക്കരുത്.